ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീമും കേരള പോലീസും അടക്കമുള്ള സംഘം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ എല്ലാ സഹകരണവും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കും. നഗരസഭയുടെ തൊഴിലാളികളെയോ അല്ലെങ്കിൽ നഗരസഭയുടെ വാഹനം അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേയുടെ പ്രോപ്പർട്ടിക്കകത്തുകൂടി കടന്നു പോകുന്ന ആമേഴഞ്ചം തോടിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തികൾ നിർവഹിക്കാൻ വേണ്ടി നേരത്തെ തന്നെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ഒരു കരാർ കൊടുക്കുകയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറുകാരൻ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ് ഈ ശുചീകരണത്തിന് ഇറങ്ങിയിരുന്നത്. ഇന്ന് 3 പേരാണ് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തൊഴിലാളികളെല്ലാം കരാറുകാരുടെ കീഴിൽ വരുന്ന തൊഴിലാളികളാണ്. കാരണം റെയിൽവേ ഇതിന് നേരിട്ടൊരു കരാർ കൊടുത്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന തൊഴിലാളികളാണ്. അതിൽ 2 പേര് തിരിച്ചു കയറുകയും ഒരാളെ കാണാനില്ലാതെയായി എന്നുള്ളതാണ് അവർ പറയുന്ന ഭാഗം. അപ്പോൾ അടിയന്തരമായി അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. അപകടം നടന്ന ഭാഗമൊക്കെ നഗരസഭയുടെ ഒരു ഇതുമല്ലല്ലോ. അല്ല, റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്തുകൂടി പോകുന്ന ആമേഴഞ്ചം തോടിന്റെ ഭാഗമാണ്. പ്രധാന പ്രശ്നം മാലിന്യമാണ്. ആ മാലിന്യം മാറ്റുന്നതിന് വേണ്ടിയുള്ള കരാറാണ് അവർ കൊടുത്തിരുന്നത്. റെയിൽവേയുടെ പ്രോപ്പർട്ടിക്ക് അകത്തുകൂടി പോകുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ആ മാലിന്യം മാറ്റുന്നതിന് വേണ്ടിയുള്ള കരാർ കൊടുത്തിരുന്നത് റെയിൽവേ തന്നെയാണ്. ആ റെയിൽവേ ചുമതലപ്പെടുത്തി തീരുമാനിച്ചത് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി പങ്കെടുത്ത യോഗത്തിനകത്ത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി മഴ തുടർച്ചയായി വരുമ്പോൾ നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഓരോ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേയുടെ കീഴിൽ വരുന്ന ഭാഗത്തെ പ്രവർത്തികൾ റെയിൽവേ ചെയ്യാം എന്ന് അവർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനമെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നഗരസഭ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്? ഇപ്പോൾ നമുക്ക് അടിയന്തരമായി ഇങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ആണല്ലോ. ആ സിറ്റുവേഷനിൽ നമുക്ക് കൂടി അതിൻ്റെ ഭാഗമാകണം. അപ്പോൾ ആവശ്യമായ എല്ലാ യന്ത്ര സംവിധാനങ്ങളും നഗരസഭ കൂടി ഒരുക്കി നൽകും.